ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധസമാനമായ സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനയുടെ പിൻഗാമി അല്ലെങ്കിൽ അടുത്ത അവകാശിയായിട്ട് വരാൻ സാധ്യതയുള്ളത് മൊജ്തബ ഖമനി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനാണെന്ന് പറയുന്നു. ശതകോടീശ്വരനാണ് താനും. ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയില്ല. എന്താണ് സാർ ഇയാൾ? മൊജ്തബ ഒരുപാട് സ്വത്തുക്കൾ ഇറാന് പുറത്ത് സ്വരുക്കൂട്ടിയിട്ടുണ്ട് എന്നാണ് ബ്ലൂംബർഗ്, ബിസിനസ് മാധ്യമമാണല്ലോ. അതെ, ബ്ലൂംബർഗ് ഒരു ടീമിനെ വെച്ചിട്ട് ഒരു കൊല്ലം അന്വേഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്വത്തുക്കൾ ധാരാളം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അത് സ്വന്തം പേരിലല്ല, ഇറാനിലെ തന്നെ ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ കുടിയേറി ബിസിനസ്സുകാരനായിട്ട് ഇയാളുടെ നിഴലിൽ 1979 ശേഷം വളർന്ന ഒരാളെ ബെനാമിയാക്കി വെച്ചിട്ട് ആണ് ഈ സ്വത്തുക്കൾ വാരിക്കൂട്ടിയിരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നോർത്ത് ലണ്ടനിൽ ധാരാളം മരങ്ങളുള്ള ഒരു തെരുവ്, അവിടെ ബില്യണേഴ്സ് റോ എന്നാണ് പറയുക. അവിടെ ഈ ആളുകൾ താമസിക്കാത്ത മാൻഷനുകളുടെ, ബംഗ്ലാവുകളുടെ, ഹർമ്യങ്ങളുടെ ഒരു നിര തന്നെ മൊജ്തബയ്ക്കുണ്ട് എന്നാണ് അതിൽ പറയുന്ന ഒരു കാര്യം. ദ ബിഷപ്സ് അവന്യൂ എന്നാണ് ഈ തെരുവിന് പറയുന്നത്, നോർത്ത് ലണ്ടനിലെ. അവിടെ പല രമ്യഹർമ്യങ്ങൾ, മന്ദിരങ്ങൾ ഇയാൾക്കുണ്ട്. ടെഹ്റാനിൽ, ദുബായിൽ, ഫ്രാങ്ക്ഫർട്ടിൽ, ജർമ്മനിയിൽ ഒക്കെ ഇയാൾക്ക് വസ്തുക്കളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വസ്തുനിഷ്ഠമായ ജീവിതം ആണ് എന്നർത്ഥം. അപ്പോൾ മൊജ്തബ രണ്ടാമത്തെ മകനാണ് ഖമനയുടെ. 56 വയസ്സായി. മൂത്ത മകന് ഇത്തരം പരിപാടികളൊന്നുമില്ല. അപ്പോൾ 2011 മുതൽ ഇയാൾ ധാരാളം സ്വത്തുക്കൾ വാരിക്കൂട്ടിയിട്ടുണ്ടെന്നാണ് കാണുന്നത്. പിന്നെ ഷിപ്പിംഗ് ബിസിനസ്, എണ്ണ കച്ചവടം, ഷിപ്പിംഗ്, സ്വിസ് ബാങ്കുകളിൽ അക്കൗണ്ടുകളിൽ പണം, സ്വിസ് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് എന്നും അതിൻ്റെ അകത്തുണ്ട്. ഏതാണ്ട് $138 മില്യൺ സ്വത്തുക്കൾ ഈ ബ്ലൂംബർഗിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾക്കുള്ളതായിട്ട്. 1268 കോടി രൂപ ആണ് ഈ സ്വത്തുക്കളാകെ വരുന്നത്. 2019 അമേരിക്കൻ ഉപരോധം ഇറാന്റെ മുകളിൽ വന്നല്ലോ, രൂക്ഷമായിട്ട് വന്നു. എന്നിട്ടും ഈ പടിഞ്ഞാറൻ വിപണിയിൽ ഒരു കമ്പനികളുടെ ഒരു ശൃംഖല ഉണ്ടാക്കിയിട്ടാണ് അങ്ങോട്ട് ഈ പണം കടത്തിയിരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ 33.7 മില്യൺ യൂറോ 2014 ബ്രിട്ടനിലേക്ക് കടത്തിയിട്ട്, അതായത് 370 കോടി രൂപ. അങ്ങനെയാണ് കുറച്ച് ബംഗ്ലാവുകൾ അവിടെ സ്വന്തമാക്കിയത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബ്രിട്ടൻ, സ്വിറ്റ്സർലൻഡ്, ലിക്റ്റൻസ്റ്റീൻ എന്ന് പറഞ്ഞൊരു ചെറിയ രാജ്യമുണ്ടല്ലോ, ലിക്റ്റൻസ്റ്റീനിലും അക്കൗണ്ടുകൾ ഇയാൾക്കുള്ളതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. UAE-യിലും ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട്. ഇറാന്റെ എണ്ണക്കച്ചവടം പ്രധാനമായിട്ടും നടത്തുന്ന അലി അൻസാരി എന്ന് പറഞ്ഞ ആളാണ്, വ്യവസായിയാണ് ഈ മൊജ്തബയുടെ ബെനാമി എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഒക്ടോബറിൽ UK, ബ്രിട്ടൻ ഈ അലി അൻസാരിക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കാരണം അലി അൻസാരിയാണ് ബ്രിട്ടനിലെ മൊജ്തബയ്ക്ക് വേണ്ടി സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അലി അൻസാരിക്കെതിരെ ബ്രിട്ടന്റെ ഉപരോധം വന്നിരിക്കുന്നത്. റഷ്യയുടെ തന്നെ ഒരുപാട് ശതകോടീശ്വരന്മാർ, ഒളിഗാർക്കുകൾ എന്ന് പറയുമല്ലോ, അവരുടെ സ്വത്തുക്കളൊക്കെ ബ്രിട്ടനിലും മറ്റു രാജ്യങ്ങളിലും മരവിപ്പിച്ചിട്ടുണ്ടല്ലോ. കപ്പലുകൾ നങ്കൂരമിട്ടെടുത്ത് അവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് റഷ്യൻ ഒളിഗാർക്കുകളുടെ. അപ്പോൾ അൻസാരിക്ക്, ഈ ബെനാമിയായിട്ടുള്ള അൻസാരിക്ക് 57 വയസ്സ് ഉണ്ട്. അയാൾ ഈ കൺസ്ട്രക്ഷൻ ബിസിനസ് ഉണ്ട്, ബാങ്കറാണ്. IRGC അവിടുത്തെ പട്ടാളമായിട്ട് വലിയ ബന്ധമുള്ള ആളുമാണ് അയാൾ. ഒരു തൊഴിലാളി കുടുംബത്തിലാണ് ജനിച്ചത് അൻസാരി, വടക്ക് കിഴക്കൻ ടെഹ്റാനിൽ. അത് കഴിഞ്ഞ് ഈ വിപ്ലവകാലത്ത് ഇയാളുടെ ബാപ്പ കുടിയേറി, പിന്നെ
ഈ മോജ്താബയുടെ തണലിൽ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഇറാൻ മാൾ കോംപ്ലക്സ് എന്ന് പറഞ്ഞ വലിയ മാളുകളുടെ ഒരു സമുച്ചയമുണ്ട്. ഈ അയന്തേ എന്ന് പറഞ്ഞ ബാങ്ക് ഇയാളുടെ സ്വന്തമാണ്. അയന്തേ എന്ന് പറഞ്ഞ ബാങ്ക് അതിപ്പോ മെർജ് ചെയ്ത് വേറെ ബാങ്കായി മാറിയിട്ടുണ്ട്. 1979 ബാപ്പ അൻസാരിയുടെ ബാപ്പ ഈ റീകൺസ്ട്രക്ഷൻ കമ്മിറ്റി ഷായുടെ സ്വത്തുക്കളൊക്കെ പിടിച്ചടക്കിയിട്ട് ഈ പുനരുദ്ധാരണ സമിതി ഉണ്ടാക്കി ഗമനി. ആ സമിതിയിൽ കയറിപ്പറ്റി ബാപ്പ. അങ്ങനെയാണ് ഈ തൊഴിലാളി കുടുംബം രക്ഷപ്പെടുന്നത്. 1980കളുടെ ഒടുവിൽ അൻസാരി പട്ടാളത്തിൽ ചേരുന്നുണ്ട്. അങ്ങനെയാണ് പട്ടാള ബന്ധം വരുന്നത്. അന്നാണ് മോജ്താബയെ പരിചയപ്പെടുന്നത്. പട്ടാളക്കാരനായിരുന്ന കാലത്താണ്. പിന്നെ കരാറുകൾ ധാരാളം കിട്ടാൻ തുടങ്ങി മോജ്താബയുടെ ആഭിമുഖ്യത്തിൽ. കൺസ്ട്രക്ഷൻ, ഷിപ്പിംഗ്, പെട്രോകെമിക്കൽസ് വ്യവസായങ്ങളിലൊക്കെ ചെന്നെത്തി. 2009 ടാറ്റ് ബാങ്ക് തുടങ്ങി. ടാറ്റ് ബാങ്ക്, ആ ബാങ്കാണ് ഇറാൻ മാൾ പണിതത്. 2013 ടാറ്റ് ബാങ്ക് അയന്തേ ബാങ്കുമായിട്ട് ലയിച്ച് ഒറ്റ ബാങ്കായി. 2025 ബാങ്ക് തകർന്നു പോയി കഴിഞ്ഞ കൊല്ലം. എന്ന് പറഞ്ഞാൽ ഈ ഉപരോധത്തിൽപ്പെട്ട് മാത്രമല്ല, ഔദ്യോഗികമായിട്ട് മറ്റേ $1 42,000 റിയാലല്ലേ, ബ്ലാക്കില് 1,40,40,000 അങ്ങനെയൊക്കെയാണ്. റിയാല്, ഇറാൻ റിയാല് ഒരു വിലയില്ലാതായി തീർന്നിട്ടുണ്ടല്ലോ. പിന്നെ ബാങ്ക് പൊളിയാതിരിക്കുന്നത് എങ്ങനെ? ഇവർക്ക് പുറത്തുള്ള കമ്പനികളിൽ പ്രധാനം സിബ ലിഷർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ മോജ്താബയ്ക്കും അൻസാരിക്കും. അത് സെയിന്റ് കിറ്റ്സ് ദ്വീപിലാണ്. സെയിന്റ് കിറ്റ്സ് ദ്വീപ് അറിയപ്പെടുന്ന ദ്വീപാണ്. ടാക്സ് ഹേവൻ അല്ലേ. പല ആളുകളും ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളും തുടങ്ങുന്ന സ്ഥലമാണ്. ടാക്സ് ഇല്ലാത്ത സ്ഥലം എന്നുള്ള നിലയ്ക്ക് വ്യാജ കമ്പനികൾ ധാരാളം ഉണ്ടായി പൊട്ടിമുളയ്ക്കുന്ന സ്ഥലമാണ് സെന്റ് കിറ്റ്സ് ദ്വീപ്. ബിർച്ച് വെഞ്ചേഴ്സ് ഐൽ ഓഫ് മാനിൽ ഇതുപോലെ തന്നെ ഒരു സ്ഥലമാണ് ഐൽ ഓഫ് മാൻ. അവിടെ ബിർച്ച് വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. A&A ലിഷർ എന്ന് പറഞ്ഞ വേറൊരു കമ്പനി ഉണ്ട്. UAE മിഡാസ് ഓയിൽ കമ്പനി, അതും ഈ മോജ്താബയുടെയും ഈ അൻസാരിയുടെയും ആണ്. അൻസാരി ബിനാമിയായിട്ട് നടത്തുന്നതാണ്. ഈ സിബ ലിഷറിൽ അൻസാരി മാത്രമല്ല, ഇറാൻകാരനായ ഒരു ബ്രിട്ടീഷ് പൗരൻ മോറിസ് മഷാലി എന്ന് പറഞ്ഞ ആളും പങ്കാളിയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2016 അൻസാരിക്ക് സൈപ്രസ് പാസ്പോർട്ട് കിട്ടി. സൈപ്രസ് പാസ്പോർട്ട് വെച്ചിട്ട് യൂറോപ്പിലുമൊക്കെ പല കച്ചവടം നടത്താൻ പറ്റും. ഫ്രാങ്ക്ഫർട്ടില് ഹോട്ടലുകളുണ്ട്. സ്പെയിനിലെ മല്ലോർക്ക, അവിടെയും തീരദേശ പട്ടണമാണ്, അവിടെയും ഹോട്ടലുകളുണ്ട്. ടൊറന്റോ, പാരീസ് ഇവിടെയും ഒക്കെ കച്ചവടം ഉണ്ട് എന്നും ബ്ലൂംബർഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഖമനയുടെ മകൻ എന്ന് പറഞ്ഞാൽ ശതകോടീശ്വരനായ ഒരു ബിസിനസ്സുകാരനാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് ആത്മീയ ആചാര്യൻ കൂടി ആയിക്കഴിഞ്ഞാൽ ഏത് നിലയിലേക്ക് മാറുമെന്ന് പ്രവചിക്കാനും പറ്റില്ല. അത് മാത്രമല്ലല്ലോ, ഈ ഭരണകൂടം വീണ് കഴിഞ്ഞാലും മറ്റേ അയാൾക്ക് പുറത്ത് അഭയം തേടി സുഖമായി ജീവിച്ചു പോകാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അയാള് സ്വന്തമായിട്ട് ബനാമി വെച്ച് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടുകളിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കെ ഈ 20 പേരെ കൊണ്ട് ഒരു ഇപ്പോ ബങ്കറിലാണ് ഗമനി. അയാള് അവിടുന്ന് 20 പേരടങ്ങിയ ഒരു സംഘവുമായിട്ട് മോസ്കോയിലേക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നാണല്ലോ റിപ്പോർട്ടുകളിൽ പറയുന്നത്, ഒരു അടിയന്തര ഘട്ടത്തിൽ. അപ്പൊ അങ്ങനെ രക്ഷപ്പെട്ടു കഴിഞ്ഞാലും ഈ ജീവിക്കാനുള്ളതൊക്കെ പുറത്ത്, ഈ സിറിയയിൽ നിന്ന് അസദ് രക്ഷപ്പെട്ടത് മോസ്കോയിലേക്കല്ലേ. അത് സ്വത്തുക്കള് പുറത്തുണ്ടാക്കി വെച്ചത് കൊണ്ടാണ്, ഇവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ് രക്ഷപ്പെട്ട് ജീവിക്കാൻ പോകുന്നത്. പാകിസ്ഥാനിലും മുഷറഫും ദുബായിലല്ലേ പിന്നീട് ജീവിച്ചത്. മറ്റേ ഷെറീഫും ദുബായിൽ പോയിട്ടല്ലേ ജീവിച്ചത്. അപ്പൊ പുറത്തൊക്കെ ഇവരുടേതായ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നു. ഈ ഒരു മതാചാര്യന്റെ മകനും ഇങ്ങനെ ചെയ്യും എന്നുള്ളത് അസാധാരണമാണ്. പക്ഷെ ആ റിപ്പോർട്ടും കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.